Good afternoon, all. Good afternoon, ma'am. Okay, class start ചെയ്യാം കേട്ടോ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം, ഒരു സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ മെയിൻ ആയിട്ട് 6 ഘടകങ്ങളാണ് അതിനുള്ളത് അല്ലെ. സോഴ്സ് ഓഫ് സപ്ലൈ, പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്, വാൽവ്സ്, വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്, ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് ആൻഡ് സെക്കൻഡറി എക്യുപ്മെന്റ്. അതില് നമ്മള് സോഴ്സസ്, പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്, വാൽവുകളെ കുറിച്ച് പറഞ്ഞായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? ഓർക്കുന്നുണ്ടോ? വാൽവ്സിനെ പറഞ്ഞായിരുന്നോ? ഓക്കെ, വാൽവ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മള് ഫസ്റ്റ് വൺ പറഞ്ഞു സോഴ്സസില് മാനിഫോൾഡ് സിസ്റ്റം. എന്താണ് മാനിഫോൾഡ് സിസ്റ്റം? ഓർമ്മയുണ്ടല്ലോ അല്ലെ. ഒരു ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ആണ്, 2 സൈഡുകളുണ്ട്, ഒരു സൈഡ് മറ്റു സൈഡിലേക്ക് കണക്റ്റഡ് ആണ്. Then piping networks, അതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു 2 type piping networks wall mounted ഉണ്ട്, അതുപോലെ തന്നെ pendant mounted ഉണ്ട്. അതുപോലെ തന്നെ ആ പൈപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഹൈ ക്വാളിറ്റി ഉള്ള കോപ്പർ എന്നൊരു മെറ്റീരിയൽ മെറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ്. Then മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് വാൽവ്സ്. അപ്പോ മെയിൻ ആയിട്ട് 2 ടൈപ്പ് വാൽവുകളാണ് ഉള്ളത് അല്ലെ. സോൺ വാൽവും സർവീസ് വാൽവും. ഓക്കെ, പിന്നെ നമുക്ക് നാലാമത്തെ ഫാക്ടർ ആണ് എടുക്കാൻ പോകുന്നത്, വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്. എന്തിനായിട്ട് നമ്മൾ ഈ വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് ഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തില്? അതിന്റെ പർപ്പസ് എന്തായിരിക്കും എന്നാലോചിച്ചോക്കെ നിങ്ങള്. ഈ അലാം സിസ്റ്റം ഒക്കെ ഘടിപ്പിക്കുന്നത്, അതായത് ബീപ്പ് സൗണ്ട് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, അലാം സൗണ്ട്, അലാം സിസ്റ്റംസ്. അപ്പോ എപ്പോഴൊക്കെയാണ് ഈ അലാം സിസ്റ്റം ചെയ്യുന്നത്? എപ്പോഴൊക്കെ ആയിരിക്കും? എപ്പോഴും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അലാം സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമോ? ആണോ? ഏതെല്ലാം സിറ്റുവേഷൻസിലായിരിക്കാം? റെഡിയില്ല. എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ലീക്കേജോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മള് എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് അലാം സംവിധാനങ്ങൾ ഏർപ്പാടാക്കുന്നത് അല്ലെങ്കിൽ അലാം അടിക്കുന്നത്. നോക്കാം, വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്. It is the function of warning and alarm systems to give information for the responsible staff. അല്ലെ, അവിടുത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് ഇൻഫോർമേഷൻസ് നൽകുന്നതാണ് അലാം സിസ്റ്റത്തിന്റെയും വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റത്തിന്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സ്റ്റാഫുകൾക്ക് അതിന്റെ ഇൻഫോർമേഷൻസ് കൊടുക്കുക. About the whole plan in case of a failure detection or change requirements. അല്ലെ, അതായത് ഇപ്പോ എന്തെങ്കിലും ഒരു ഫെയിലിയർ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു എന്തെങ്കിലും ഒരു ഫെയിലിയർ, ആ ഒരു പൈപ്പ് ലൈനിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും റിപ്പയറോ അത് മാറ്റം വരുത്താനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്ലാന്റിനെ കുറിച്ച് മുഴുവനായിട്ടുള്ള ഉത്തരവാദിത്വമുള്ള ജീവനക്കാരുണ്ട്. അപ്പൊ ആ ജീവനക്കാർക്ക് ഇൻഫോർമേഷൻസ് ആണ് ഈ ഒരു അലാം സിസ്റ്റത്തിലൂടെ ലഭിക്കുന്നത്. അപ്പൊ പ്ലാന്റിന് അതുപോലെ ലീക്കേജസുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇൻഫോർമേഷൻസ് അവർക്ക് കൃത്യമായിട്ട് ലഭിക്കും. അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിപ്പയർമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എവിടെയാണ് ലീക്ക് എന്ന് കണ്ടുപിടിക്കാം. അതിനുള്ള സൊല്യൂഷൻസ് നമ്മളുടെ ഈ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് ചെയ്യാനും സാധിക്കുന്നു. Hence, there are 2 main alarm systems. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മെയിൻ ആയിട്ട് 2 ടൈപ്പ് അലാം സിസ്റ്റംസ് ആണുള്ളത്.
First one, master alarms. Second one, area alarms. Two type are master alarm and area alarm. First one, master alarm and master alarm monitors the main gas line and the source condition. Master alarm monitor ചെയ്യുന്നത് main gas line ആണ്. അതായത് ഓരോ സെക്ഷനിലോട്ട് പോയിരിക്കുന്ന main gas line ആണ് അത് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നത്. Area alarm are found on alarm panels. In their function is to monitor condition of specific critical care areas. Okay, അത് അണ്ടർലൈൻ ചെയ്യാം. അതായത് മാസ്റ്റർ അലാം മോണിറ്റർ ചെയ്യുന്നത് മെയിൻ ഗ്യാസ് ലൈനെയാണ്. ഏരിയ അലാം ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നത് സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയ. ഓരോ സ്പെസിഫിക് ഏരിയയില് ക്രിട്ടിക്കൽ കെയർ ആയിട്ടുള്ള ഏരിയയില് മാത്രമാണ് മോണിറ്റർ ചെയ്യുന്നത്. ഏരിയ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയില് അണ്ടർലൈൻ ചെയ്യാം. രണ്ടും അണ്ടർലൈൻ ചെയ്യാം. ടു ടൈപ്സ് ഓഫ് അലാംസ് ആണ്, മാസ്റ്റർ അലാം, മോണിറ്റർ അലാംസ്. മാസ്റ്റർ അലാം മോണിറ്റർ ചെയ്യുന്നത് മെയിൻ ഗ്യാസ് ലൈനെയാണ്. ദെൻ ഏരിയ അലാം മോണിറ്റർ ചെയ്യുന്നത് കണ്ടീഷൻസ് ഓഫ് സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയ. സ്പെസിഫിക് ആയിട്ടുള്ള ക്രിട്ടിക്കൽ കെയർ ഏരിയയാണ് ഏരിയ അലാം മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് അലാറംക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ടു ടൈപ്പ് ഉണ്ട്, മാസ്റ്ററും അതുപോലെ തന്നെ ഏരിയ. മാസ്റ്റർ മെയിൻ ഗ്യാസിന്റെ മോണിറ്റർ ചെയ്യുന്നു. ദെൻ ഏരിയ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ കെയർ ഏരിയയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സിമ്പിൾ ആണ്, നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്. എന്താണ് ഔട്ട്ലെറ്റ്, എന്താണ് ഇൻലെറ്റ് എന്നാണ് നോക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു രണ്ട് പോയിന്റുകളും ആ സെയിം പോയിന്റ് തന്നെ പഠിക്കണം. നോക്കാം. Outlets are point which connections can be made to the medical gas piping system to supply under pressure while inlet supply vacuum. അല്ലേ? നോക്കാം. ഇവിടെ നമ്മൾ സെന്റൻസ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, while inlet supply vacuum. അല്ലെ, അതായത് ഇൻലെറ്റുകളാണ് വാക്യൂം സപ്ലൈ ചെയ്യുന്നത്. ഇൻലെറ്റ്, ഓക്കെ, ഇൻലെറ്റുകള് വാക്യൂം സപ്ലൈ ചെയ്യുമ്പോൾ പ്രഷറിൽ വിതരണം ചെയ്യുന്നതായിട്ട് ഒരു നോർമൽ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ആ ഒരു പ്രഷറില് ആ നമ്മുടെ മെഡിക്കൽ ഗ്യാസിനെ വിതരണം ചെയ്യുന്നതിനായിട്ട് ആ പൈപ്പിംഗ് സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റുകൾ പൈപ്പിംഗ് സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യുമല്ലോ ഈ വാക്യൂം നൽകുന്നതിന് വേണ്ടിയിട്ട്. സോ ഇൻലെറ്റ് വാക്യൂം സപ്ലൈ ചെയ്യുമ്പോൾ പൈപ്പ് ലൈനിൽ കൂടി പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ കൂടി, അതായത് നമ്മുടെ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ കൂടി കണക്ട് ചെയ്യുമ്പോൾ ആ കണക്ട് ചെയ്യുന്ന പോയിന്റുകൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ ഉണ്ടാവില്ലേ, ആ കണക്ട് ചെയ്യിക്കുന്ന പോയിന്റുകളാണ് ഔട്ട്ലെറ്റുകൾ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്, ഔട്ട്ലെറ്റ് ആർ പോയിന്റ്സ്. ഇൻലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്യൂം സപ്ലൈ ചെയ്യുന്നതാണ് ഇൻലെറ്റ്. സോ ഈ വാക്യൂം നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ ആ പ്രഷറിൽ വിതരണം ചെയ്യുന്നതിനായിട്ട് മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം കണക്ട് ചെയ്യുന്ന പോയിന്റുകളെയാണ് നമ്മൾ ഔട്ട്ലെറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം കേട്ടോ. Outlets are points at which connection can be made to the medical gas piping system to supply under pressure while inlet supply vacuum. അപ്പോ ഇൻലെറ്റുകള് വാക്യൂം സപ്ലൈ ചെയ്യുന്നു. ഈ സപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമില് പൈപ്പ് ലൈനിലൂടെ ആ ഒരു പ്രഷറില് പൈപ്പ് ലൈനിലൂടെ നമ്മുടെ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ കണക്ഷൻ ഉണ്ടാക്കുന്ന ആ പോയിന്റുകൾ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള പോയിന്റുകളാണ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇൻലെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലൈ വാക്യൂം ചെയ്യുന്ന ഒരു ഇതാണ് ഇൻലെറ്റ് എന്ന് പറഞ്ഞാല്. അത് ഒരു പൈപ്പ് ലൈനിന്റെ ഒക്കെ പോയിന്റുകൾ പോലെ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ അത് എടുത്ത് പറയണില്ല. സപ്ലൈ വാക്യൂം ചെയ്യുന്നു, വാക്യൂത്തിന് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ദെൻ നമ്മൾ ആ സപ്ലൈ ചെയ്യുന്ന പൈപ്പ് ലൈനുകളെ കണക്ഷന്റെ പോയിന്റ് ആണ് ഔട്ട്ലെറ്റ്. അത്ര മാത്രം പഠിച്ചാൽ മതി. അപ്പൊ വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ലല്ലോ. ആ രണ്ട് പോയിന്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് മെയിൻ ആയിട്ട് ആ ഫാക്ടറുകളുടെ പേരാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ദെൻ 6th വൺ നോക്കുക, സെക്കൻഡറി എക്യുപ്മെന്റ്. സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയാറുണ്ട് പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ അല്ലെ.
പ്രൈമറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള. സെക്കൻഡറി എന്ന് പറയുമ്പോൾ സെക്കൻഡറി ആയിട്ടുള്ള ദ്വിതീയമായിട്ടുള്ളത് നോക്കാം. For hoses, gas flow meters, gauge and vacuum regulator are not part of the pipeline system. നോക്കാം. For hoses, അതായത് ഓസുകളില്ലേ നമ്മൾ വീട്ടിലൊക്കെ കാണുന്ന ഓസുകൾ, ഇതുപോലെ ഇവിടെ ഓസുകളും കാര്യങ്ങളൊക്കെ ഈ മെഡിക്കൽ ഗ്യാസിനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഹോസുകൾ. Then gas flow meters. എന്താ ഗ്യാസ് ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോ, അതിന്റെ മീറ്റർ, അതിന്റെ ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെഷർ ചെയ്യുന്നതാണ് ഈ ഗ്യാസ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ പ്രഷർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നൊരു എക്യുപ്മെന്റ് ആണ് ഗ്യാസ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. ദെൻ ഗേജ്. ഗേജ് എന്ന് വെച്ചാൽ എന്താ? ഗേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അളക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ അളക്കാനായിട്ടൊക്കെയുള്ള ഒരു ഉപകരണം. ഈ ഗ്യാസ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ അളക്കുന്ന ഒരു ഉപകരണമാണ്. ആൻഡ് വാക്യൂം റെഗുലേറ്റേഴ്സ്, വാക്യൂത്തിന്റെ റെഗുലേറ്റേഴ്സ് are not part of pipeline system. ഇവയെല്ലാം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം പൈപ്പ്ലൈൻ സിസ്റ്റത്തിന്റെ പാർട്ട് അല്ലാന്ന്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എങ്കിലും പൈപ്പ്ലൈനിന്റെ ഒരു പാർട്ട് അല്ല. ജസ്റ്റ് അത് പറഞ്ഞിരിക്കുകയാണ്. They can contribute greatly to gas and vacuum consumption. അവ വാതകത്തിനും അതുപോലെ തന്നെ വാക്യത്തിന്റെ ഉപയോഗത്തിനും ഒരു സംഭാവന നൽകുന്നുണ്ടെന്ന്. അതായത് ഈ ഗ്യാസസും അല്ലെങ്കിൽ ഫ്ലോ മീറ്ററും പൈപ്പ് ലൈൻ്റെ സിസ്റ്റം അല്ല എങ്കിലും അത് വാക്യം വിതരണം ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യാനും അതിന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന്. അതില് അവര് കുറച്ച് അവരുടേതായിട്ടുള്ള എന്താ പറയാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്, അതായത് കുറച്ച് പങ്ക് വഹിക്കുന്നുണ്ടെന്ന്, ഒരു വലിയ സംഭാവന അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് അല്ല എങ്കിൽ പോലും നമ്മൾ വാക്വം വിതരണം ചെയ്യാനും അതുപോലെ തന്നെ മെഡിക്കൽ ഗ്യാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനും അവരുടെ ഒരു ഹെൽപ്പ് ഉണ്ട്. These items should be checked frequently as a part of routine inspection procedure. So, ഈ ഒരു ഐറ്റംസ്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഈ ഫ്ലോ മീറ്ററും അതുപോലെ തന്നെ ഗേജും റെഗുലേറ്ററും ഇതെല്ലാം ഒരു റൊട്ടീൻ ഇൻസ്പെക്ഷൻ ചെയ്യണമെന്ന്, അതായത് ഒരു പതിവ് പരിശോധന നടത്തണമെന്ന്. എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യണോ, എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പരിശോധനയൊക്കെ ചെയ്യണമെന്ന്. പരിശോധന നടത്തിയിട്ട് അത് ക്ലാരിഫിക്കേഷൻ ചെയ്യണം. ഓക്കെ, ഇതാണ് സെക്കൻഡറി എക്യുപ്മെന്റ്സിൽ പറയുന്നത്. ജസ്റ്റ് അത് വായിച്ച് മനസ്സിലാക്കാനുള്ളൂ, അതിൽ വേറെ പോയിന്റുകളൊന്നും പറയുന്നില്ല. ഓക്കെ, ഇപ്പൊ നമ്മള് 6 ഫാക്ടേഴ്സ് ആണ് നോക്കിയത്. അപ്പൊ അതെല്ലാം തന്നെ ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓരോ സോഴ്സസ് ഓരോ ഫാക്ടേഴ്സ് കോമ്പോണൻസ് ഒന്ന് വായിക്കുക കേട്ടോ. 6 വായിക്കുക, അതിനുള്ളിൽ നിന്ന് വായിക്കുക. വായിക്കുമ്പോ എപ്പോഴും പറയുന്നത് പോലെ മനസ്സിലാക്കി വായിച്ചു പോവുക. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. ഘടകങ്ങൾ വായിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ വായിച്ചപ്പോ തന്നെ അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ അണ്ടർലൈൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വായിക്കുന്നതിനോട് ഒപ്പം അണ്ടർലൈൻ ചെയ്ത് പോവാട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചില്ല അവരോ?
Okay. Clear ആണോ? ആണോ ഘടകങ്ങള് കോമ്പോണൻസ്? ഓക്കെ, അപ്പൊ നമ്മള് 7 type of medical gases നോക്കി, അതുപോലെ തന്നെ കോമ്പോണൻസ് നോക്കി. 7 type of medical gases പഠിച്ചെല്ലാവരോ? സമയം കിട്ടുന്നതനുസരിച്ച് പഠിക്കണം കേട്ടോ. നമ്മള് ഓരോ ദിവസം അന്നത് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. then ലാസ്റ്റ് ഒരു റിവിഷൻ പോലെ ചെയ്താൽ മതി. ഓക്കെ, then അപ്പൊ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് നമുക്കറിയാം, ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് അതിന്, അല്ലെ? സോ അഡ്വാൻറ്റേജസ് ഇവിടെ 3 പേർക്കുള്ള അഡ്വാൻറ്റേജസ് ആണ് ഈ പറയുന്നത്. സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ്ലി ഫോർ പേഷ്യൻസ്, സെക്കൻഡ് ഫോർ ഹോസ്പിറ്റൽ സ്റ്റേ, then ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ആദ്യം പേഷ്യൻസിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ട് ഗുണങ്ങൾ. then ഹോസ്പിറ്റലിന്റെ ഭാഗത്തിനുള്ള ഗുണങ്ങള്, then ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന്. അപ്പൊ നമുക്ക് ആദ്യം പേഷ്യൻസിനെ നോക്കാം. നമ്മുടെ കാര്യങ്ങളാണ് അല്ലെ, നോക്കാം. ഫസ്റ്റ് ആണ്, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെയായിരിക്കും നമുക്ക് അതുകൊണ്ട് അഡ്വാൻറ്റേജസ്? ഇങ്ങനെ സെൻട്രലൈസ്ഡ് ആക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ നമുക്ക്? ആലോചിച്ച് നോക്കി നിങ്ങള് ഇത് പെട്ടെന്ന് കമന്റ് ചെയ്യാമോ? എന്തൊക്കെയുണ്ട് അഡ്വാൻറ്റേജസ്? ഒന്നുമില്ല. നമുക്ക് യാതൊരു അഡ്വാൻറ്റേജസ് ഇല്ല എന്നാണോ? ആലോചിച്ച് നോക്കൂ. ഉത്തരം മീൻസ് PDF വായിക്കാൻ കേട്ടോ, നിങ്ങളുടേതായിട്ടുള്ള ആൻസറുകൾ പറയൂ. പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ്. ഓക്കെ, ഒരാൾക്ക് മാത്രം അഡ്വാൻറ്റേജസ് ഉള്ളൂ അല്ലെ? എപ്പോ വേണമെങ്കിലും നമ്മുടെ അടുത്ത് തന്നെ ഓക്സിജനും മറ്റു ഗ്യാസസുകളും ലഭ്യമാക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ആലോചിക്കണം എല്ലാവരും. ഓക്കെ, നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണമല്ലോ, എന്നിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, സേഫ് ആണ്. എമർജൻസി പേഷ്യൻസ് വരുമ്പോൾ ഓക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലേ? ഇത്രേ ഉള്ളൂ. അത്രയ്ക്കുണ്ടോ? അത്രയ്ക്കുള്ള അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്പോ അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഫോർ പേഷ്യൻസ്. ഫസ്റ്റ് വൺ നോക്കാം. There will be no disturbing sight of oxygen cylinders at the bedside. സെയിൽ അല്ല, അത് സൈഡ് ആക്കാം കേട്ടോ. SAIL നിന്നാണോ PDF കിടക്കുന്നത്? ആണോ? ഓക്കെ, ഒരു സൈഡ് ആക്കാം കേട്ടോ. SIDE, സൈഡ് എന്നാക്കാം. ക്ലിയർ ചെയ്തോ? അത് അപ്പൊ തന്നെ ഒന്ന് വിട്ടിരുത്തി എഴുതി പോണോട്ടോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നാളെ വായിക്കുമ്പോഴും അങ്ങനെ തന്നെ വായിച്ചു പോകുമ്പോഴും. ഓക്കെ, സെയിൽ എന്ന് മാറ്റിയിട്ട് SIDE, സൈഡ് എന്നാക്കാം കേട്ടോ. അപ്പൊ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, there will be no disturbing sight of oxygen cylinder at the bedside. അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഓക്സിജൻ സിലിണ്ടർ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് അഡ്മിറ്റഡ് ആയി. സോ ആ പേഷ്യന്റിന് ഓക്സിജൻ സിലിണ്ടർ ആവശ്യമാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ബെഡിന്റെ സൈഡിൽ തന്നെ ഓക്സിജൻ സിലിണ്ടർ വെക്കുമ്പോഴേ എന്തായിരിക്കും അവസ്ഥ? നമുക്കൊരു കാഴ്ചയ്ക്ക് ഒരു അഭംഗിയായിരിക്കും അല്ലെ? നമ്മളെപ്പോഴും ഈ ഒരു സിലിണ്ടർ കണ്ടുകൊണ്ടിരിക്കണം. ഒരു സിലിണ്ടർ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും? ഹോസ്പിറ്റലിൽ എപ്പോഴെങ്കിലും പോയപ്പോ കണ്ടിട്ടുണ്ടോ ഓക്സിജൻ സിലിണ്ടർ? അത്യാവശ്യം ഒരു ഹൈറ്റും ഇതൊക്കെ ഉള്ള ഒരു സിലിണ്ടർ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ പേഷ്യന്റ് കിടക്കുമ്പോൾ പേഷ്യന്റിന്റെ സൈഡില് ഈ ഒരു ഓക്സിജൻ സിലിണ്ടർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം എപ്പോഴും അല്ലെ?
അപ്പൊ അത് നമുക്ക് എന്താ പറയാ, ഒരു അഭംഗിയാണ്, കാഴ്ചക്ക് ഒരു അഭംഗിയാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ അല്ല. സോ ഇങ്ങനൊരു സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം ആകുമ്പോൾ അങ്ങനെയുള്ള ഒരു അഭംഗി ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ അടുത്ത് സിലിണ്ടർ ഒന്നും വെക്കില്ല, പൈപ്പ് ലൈനുകൾ വഴിയാണ് കണക്ഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് പേഷ്യന്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ ഫസ്റ്റ് പോയിന്റ്? ദെൻ പൈപ്പ് ലൈനിൽ കൂടി ആവുമ്പോൾ നമുക്കറിയാം, നമ്മൾ മതിലിൽ കൂടിയൊക്കെയാണ് ഈ പൈപ്പ് ലൈനുകൾ പോയിരിക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ സിലിണ്ടർ കാണേണ്ട ആവശ്യമൊന്നുമില്ല. സെക്കൻഡ് വൺ, elimination of annoying noise from movement of cylinder in and around the hospital. elimination ചെയ്യാന്ന് വെച്ചാൽ എന്താ? elimination ചെയ്യാന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യുക അല്ലെ. അതായത് annoying noise എന്ന് വെച്ചാൽ എന്താ? ഡിസ്റ്റർബ് ഉണ്ടാക്കുന്ന സൗണ്ട്സുകൾ അല്ലെ, ഡിസ്റ്റർബിങ് സൗണ്ട്സുകൾ. അപ്പൊ ഈ സിലിണ്ടർ വെക്കുമ്പോഴേ സിലിണ്ടർ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുമ്പോഴും മറ്റും സിലിണ്ടർ അല്ലെങ്കിൽ സിലിണ്ടർ പ്രവർത്തിപ്പിക്കുമ്പോഴും മറ്റും എന്താണ് അതിന്റെ ശബ്ദങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലും മോട്ടോർ വർക്ക് ചെയ്യുന്ന പോലത്തെയോ അങ്ങനെ എന്തെങ്കിലും സൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ഒഴിവാക്കാം അല്ലെ. ഇത് സിലിണ്ടർ കൊണ്ട് വെക്കുമ്പോഴാണല്ലോ അങ്ങനെ സൗണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പൈപ്പ് ലൈൻ ആവുമ്പോ വളരെ സൈലന്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് protection of sterile area from contamination due to the use and movements of cylinders. Protection of sterile area from contamination due to the use and movements of cylinders. എന്താ നമുക്കറിയാം, ഹോസ്പിറ്റലില് ചില ഏരിയകൾ സ്റ്റെറൈൽ ആയിട്ടുള്ള ഏരിയകളാണ്, അതായത് അണുവിമുക്തമാക്കിയിട്ടുള്ള ഏരിയകളാണ്. ഏതെല്ലാം ഏരിയകളാണ് അണുവിമുക്തമാക്കിയിരിക്കുന്നത്? ഏതൊക്കെയാണ് അണുവിമുക്തമായിട്ടുള്ള ഏരിയകളാണ്? നമ്മളെല്ലാ ഡിപ്പാർട്ട്മെന്റ് പഠിച്ച ആളുകളാണ് കേട്ടോ. അപ്പൊ പറഞ്ഞോളൂ ആൻസർ. OT ഓപ്പറേഷൻ തിയേറ്റർ പറയാം. ദെൻ ICU. ഓക്കെ, ലേബർ റൂം പറഞ്ഞൂടെ? ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, ICU, വെന്റിലേറ്റർ ഒക്കെ നമുക്ക് പറയാം. ഇതൊക്കെ സ്റ്റെറൈൽ ചെയ്തിരിക്കുന്ന ഏരിയകളാണ്. സോ നമ്മൾ ഈ ഏരിയയിൽ കൊണ്ട് നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ വെക്കുമ്പോൾ അവിടെ ചിലപ്പോൾ കണ്ടാമിനേഷൻ ആവാം, അതായത് മലിനീകരണങ്ങൾ സംഭവിക്കാതെ എന്തെങ്കിലും ചെറിയൊരു ലീക്കേജോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. സോ നമുക്ക് അങ്ങനെയുള്ളതിനെ അതിൽ നിന്നും ഒരു സംരക്ഷണമാണ്. ഈ പൈപ്പ് ലൈൻ ആവുമ്പോ അങ്ങനെ എന്താ മലിനീകരണങ്ങളുടെ പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ദെൻ നാലാമതായിട്ട് പറയുന്നത് കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. അതായത് കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ടും അല്ലെങ്കിൽ ആവശ്യമുള്ള സ്ഥലത്ത് സ്ഥിരമായിട്ടും വൃത്തിയുള്ളതുമായിട്ട് നമുക്ക് ഗ്യാസ് സപ്ലൈ ചെയ്യാവുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു പേഷ്യന്റ് അഡ്മിറ്റഡ് ആവുമ്പോ എവിടെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടൈമില് ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ, ഏത് മെഡിക്കൽ ഗ്യാസ് ആണോ വേണ്ടത് അത് ആ ഒരു ഏരിയയിലോട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ക്ലീൻ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യാം. അതായത് ഗ്യാസ് സിലിണ്ടർ എല്ലായിടത്തോട്ടും ഈ പൈപ്പ് ലൈൻ കണക്റ്റഡ് ആണെന്ന് അറിയാലോ. ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയയിലും, ICUയിലും ഓപ്പറേഷൻ തിയേറ്ററിലും എമർജൻസിയിലും എല്ലായിടത്തും ഈ ഒരു പൈപ്പ് ലൈനുകൾ പോയിട്ടുണ്ട്. സോ പേഷ്യന്റ് എവിടെയാണോ ഏത് ലൊക്കേഷൻസിലാണോ ഉള്ളത് ആ ലൊക്കേഷനിൽ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഗ്യാസ് ക്ലീൻ ആയിട്ടും കോൺസ്റ്റന്റ് ആയിട്ടും നമുക്ക് സപ്ലൈ ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, അങ്ങനെ 4 അഡ്വാൻറ്റേജസ് ആണ് ഒരു പേഷ്യൻസിന് നമുക്ക് ഈ ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം വഴി ഒരു പേഷ്യന്റിന് ലഭിക്കുന്നത്. ക്ലിയർ ആണോ? 4 പോയിന്റ് ഓക്കെ ആണോ? സിമ്പിൾ ആണോ? മനസ്സിലാക്കാവുന്നുള്ളൂ. ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ, ഉറക്കത്തിലാണോ എല്ലാവരും? ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ആണോ? ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് ഓക്കെ ആണോ? ഒരു നോർമൽ സ്പീഡിലാണ് പോകുന്നത്. സ്പീഡ് കൂടെയാണെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, ഭയങ്കര സ്ലോവിൽ എടുത്തിട്ടുണ്ടെങ്കിലേ നിങ്ങൾ എന്തായാലും ഉറക്കം വന്നിരിക്കുന്നതാണ്. ഇനി ഞാനും കൂടി ഒന്ന് സ്ലോ മോഷനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം കൂടും അല്ലെ. അതുകൊണ്ട് കുറച്ചിത്തിരി സ്പീഡിൽ പറഞ്ഞു പോകണേണ് കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. പേഷ്യൻസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വായിക്കാം കേട്ടോ. സ്ലോ ആയിട്ട് എടുക്കുന്നത് ഞാനാണെന്നാണോ? ഓക്കെ, ബാക്കി എല്ലാ ടീച്ചേഴ്സും ഫാസ്റ്റ് ആണോ? അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ആണോ? ചില ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്.
അങ്ങനെയുള്ള ചാപ്റ്റർ ആകുമ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്ന് സ്പീഡപ്പിൽ പോയെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചില ചാപ്റ്റേഴ്സ് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചൊരു മെഡിക്കൽ ഗ്യാസ് എന്നുള്ള ടോപ്പിക് നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോ ആ ഒരു ഫീൽഡിൽ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം അറിയാമെന്നുള്ളത് എനിക്കറിയാം. കാരണം നമുക്ക് അധികം വലിയ അറിവില്ലാത്തൊരു ഏരിയയാണ് അല്ലെ. മറ്റു ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിനുള്ളിൽ ഈ മെഡിക്കൽ ഗ്യാസ് സംവിധാനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ല. സോ നമുക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അത് ടഫ് ചാപ്റ്റേഴ്സ് ആണ്, അത് നമുക്ക് അങ്ങനെയാണ്. അപ്പോ ചില ചാപ്റ്റേഴ്സ് നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് അത്യാവശ്യം ഞാൻ എന്റെ ഒരു നോർമൽ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ചില ചാപ്റ്റർ നമുക്ക് അതുപോലെ തന്നെ പറയാൻ പറ്റുള്ളൂ. കളക്ട് ചെയ്തൊന്നും പറയാനായിട്ട് പറ്റാത്ത ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇത് നമ്മുടെ പോർഷൻസും കവർ ചെയ്ത് പോകണം. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ, വായിച്ചോളൂ. ടഫ് ഒന്നും അല്ല, കുഴപ്പമില്ല. അത് നമ്മൾ ക്യാച്ച് ചെയ്യണതിന്റെ ആ ഒരു ഇതാണ്. ഓക്കെ, നമ്മളെങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ ഇരിക്കും ഓരോ ചാപ്റ്റേഴ്സ്. നമുക്ക് പഠിക്കാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചോളൂ. അപ്പൊ തീർച്ചയായിട്ടും സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അനോയിങ് നോയ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റർബ് ഉണ്ടാക്കുന്ന സൗണ്ടുകളൊക്കെ ഇല്ലേ. ഇപ്പൊ ഗ്യാസ് ചിലപ്പോൾ അത് വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ഡിസ്റ്റർബിങ് പോലത്തെ സൗണ്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കംപ്ലീറ്റ് ചെയ്തോ? പേഷ്യന്റിന്റെ അഡ്വാൻറ്റേജസ് 4 പോയിന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. ഇനി ഫോർ ഹോസ്പിറ്റൽ സ്റ്റേറ്റ്. ഹോസ്പിറ്റലിന് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, ഇങ്ങനെയൊരു സെൻട്രലൈസ്ഡ് ആക്കുന്നത് കൊണ്ട് ആ ഹോസ്പിറ്റലിനുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇനി നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്. സ്വിഫ്റ്റ് അവൈലബിലിറ്റി, സ്വിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സ്വിഫ്റ്റ് വേഗത്തിൽ, സ്പീഡില് എന്നുള്ളൊരു മീനിങ്. വേഗത്തിൽ, വേഗത അല്ലെങ്കിൽ സ്പീഡ് എന്നൊക്കെ പറയാം. അപ്പൊ ടാപ്പുകളില് ഗ്യാസിന്റെ വേഗത്തിലുള്ള ലഭ്യത. ടാപ്പുകൾ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. പൈപ്പ് ലൈൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പൈപ്പ് ലൈനുകൾ വഴി വേഗത്തിലുള്ള ഗ്യാസിന്റെ ലഭ്യത. ഓക്കെ, ഒരു സിലിണ്ടറിൽ നിന്നും നമുക്ക് വരുന്നതിനേക്കാളും പൈപ്പ് ലൈനിൽ കൂടി വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഗ്യാസസ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്. ഗ്യാസ് ടാപ്പുകളില് വേഗത്തിലുള്ള ലഭ്യത, ഗ്യാസിന്റെ വേഗത്തിലുള്ള ഒരു ലഭ്യത. രണ്ടാമതായിട്ട് പറയുന്നത് ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ്. ക്ലീൻ ആയിട്ടുള്ള, ശുദ്ധമായ, അല്ലെങ്കിൽ എന്താ പറയാ, ശുദ്ധവും സുരക്ഷിതവും ആൻഡ് ഡിപ്പെൻഡബിൾ. ഡിപ്പെൻഡബിൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക എന്നൊക്കെ പറയും അല്ലെ. ഡിപ്പെൻഡബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? ഡിപ്പെൻഡബിൾ മലയാളത്തിൽ എന്താ പറയാ? ആശ്രയിക്കുക, മറ്റൊരാളെ ആശ്രയിക്കുക എന്നൊക്കെ പറയും അല്ലെ. ഓക്കെ, അപ്പോ നമുക്ക് എന്താ ഇവിടെ പറയുന്നത്? ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ. അതായത് ക്ലീൻ ആയിട്ടുള്ള, ശുദ്ധമായ, അല്ലെങ്കിൽ ശുദ്ധവും സുരക്ഷിതവും ആശ്രയയോഗ്യമായിട്ടുള്ള വിതരണം അല്ലെ. ശുദ്ധമായിട്ടുള്ള ഗ്യാസ് ആണ് വിതരണം ചെയ്യുന്നത്. സുരക്ഷിതമായിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. ആശ്രയയോഗ്യമായ, എന്താ ആശ്രയയോഗ്യമായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പേഷ്യന്റിന് ഉപകാരപ്പെടുന്നത് അല്ലെ. ചുമ്മാ അതിന് അത്രയും വാല്യൂ ആണ് മെഡിക്കൽ ഗ്യാസിന് അല്ലെ. ഇപ്പൊ ഒരു ശ്വാസം കിട്ടാത്ത ഒരു പേഷ്യൻസിന് നമ്മൾ ഓക്സിജൻ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് അത്രയും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒന്നാണ് അല്ലെ. സോ
clean, safe and dependable delivery of gases. സുരക്ഷിതവും അതുപോലെ തന്നെ ശുദ്ധവും ആശ്രയയോഗ്യമായിട്ടുള്ള ഗ്യാസിന്റെ വിതരണം. ഓക്കെ. Then മൂന്നാമതായിട്ട് പറയുന്നത് റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ്. ഗേറ്റ്സ് എന്നാണ് അത് ഗ്യാസസ് ആക്കാൻ കുറച്ച് കറപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. GASES ആ ടി ഒന്ന് വെട്ടിക്കൊണ്ട് എസ് ആക്കാം. ഓക്കെ, മൊത്തം വെട്ടണ്ട, ടി മാത്രം വെട്ടിക്കൊണ്ട് ഒന്ന് എസ് ആക്കിയാൽ മതി. ഓക്കെ, റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് whenever and wherever needed. അല്ലെ, ആവശ്യമുള്ളപ്പോൾ എവിടെയും ഏത് ടൈമിലാണെങ്കിലും ഒരു ഗ്യാസിന്റെ ഒരു ഒഴുക്ക് അല്ലെ. നിങ്ങൾ പറഞ്ഞില്ലേ ഏത് ഏരിയയിലാണെങ്കിലും പേഷ്യൻസിന് എപ്പോൾ വേണമെങ്കിലും റെഗുലർ ആയിട്ട് ഒരു ഫ്ലോ ഇല്ല ആ ഗ്യാസ് ഒഴുക്ക് മീൻസ് പൈപ്പ് ലൈനിൽ കൂടി ഗ്യാസ് അവൈലബിൾ ആണ്, ലഭ്യമാണ്. Then last one, minimal accident risk due to mishandling of cylinders. Cylinders mishandling ചെയ്യുമ്പോൾ mishandle ചെയ്യാന്ന് എന്താണ്, അതായത് തെറ്റായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അപകടങ്ങളെ നമുക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ മിനിമൽ ചെയ്യാം, കുറയ്ക്കാമെന്ന്. ഇവിടെ നമ്മൾ സിലിണ്ടർ ഉപയോഗിക്കുന്നില്ലാലോ. സോ സിലിണ്ടർ കൈകാര്യം ചെയ്യുമ്പോൾ തെറ്റായ രീതിയിൽ നമ്മൾ സിലിണ്ടർ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡൻസുകൾ, അപകടങ്ങളെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പൈപ്പ് ലൈൻ ആണല്ലോ, അപ്പോൾ വലിയ പ്രോസസ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. സിലിണ്ടർ ആകുമ്പോൾ അത് ഉപയോഗിക്കാനും മറ്റും നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം അല്ലെ. അപ്പോ അങ്ങനെയുള്ള അപകടങ്ങളെ നമുക്ക് ഈ പൈപ്പ് ലൈൻ വഴി ഒഴിവാക്കാം. ഓക്കെ, 4 പോയിന്റുകളാണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓരോ പോയിന്റും വായിക്കാം. നാല് അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. കംപ്ലീറ്റ് ചെയ്തോ അഡ്വാൻറ്റേജസ്? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇനി ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർമാർക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് അറ്റ് ഫേവറബിൾ ടേംസ്. അതായത് അനുകൂലമായിട്ടുള്ള വ്യവസ്ഥയിൽ വലിയ അളവില് നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസ് പർച്ചേസ് ചെയ്യാണ്. അതായത് സിലിണ്ടർ ആകുമ്പോൾ ഓരോ സിലിണ്ടർ തീരുമ്പോ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഇത് ഒരു ലാർജ് ക്വാണ്ടിറ്റീസ് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസ് പർച്ചേസ് ചെയ്യാം. സെക്കൻഡ് വൺ, ഇക്കോണമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടർ. അതായത് സിലിണ്ടർ ഒരു സമ്പദ് വ്യവസ്ഥ, ഇക്കോണമി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ചെറിയ ചെറിയ സിലിണ്ടേഴ്സുകൾ വാങ്ങിക്കുമ്പോൾ അതാണ് ലാഭം. നമ്മൾ ടോട്ടലായിട്ട് ഒരു വലിയ ഇത്ര ബൾക്കായിട്ട് എടുക്കുന്നതാണ്. നമ്മൾ ഏതൊരു സാധനങ്ങളും ചെറിയൊരു നമ്മൾ ഷോപ്പ് ചെയ്യാനാണ്, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയിട്ട് ഷോപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് ടോട്ടൽ ബൾക്കായിട്ട് എടുക്കും. അപ്പൊ നമുക്ക് കൂടുതൽ ലാഭം ഏതാണ്, ബൾക്കായിട്ട് എടുക്കുന്നതല്ലേ. ഇവിടെയും പറയുന്നത് സിലിണ്ടറുകളായിട്ട് നമ്മൾ സെപ്പറേറ്റ് എടുക്കുമ്പോ അതിന് ചിലപ്പോൾ ഇക്കോണമിയിൽ കുറച്ച് റേറ്റിലൊക്കെ വ്യത്യാസം വരും. അപ്പൊ ഇങ്ങനെ നമ്മൾ ലാർജ് ക്വാണ്ടിറ്റീസ് ബൾക്കായിട്ട് ചെയ്യുമ്പോൾ അത് ഇക്കോണമിക്ക് കൂടി കുറച്ചും കൂടി എന്താ പറയാ, ഒരു നമുക്കൊരു ലാഭമാണെന്ന് പറയാം. നഷ്ടം വരുന്നില്ല. സിലിണ്ടറുകളാണെങ്കിൽ അതേസമയം അതിന്റെ സെപ്പറേറ്റ് എമൗണ്ട് ഒക്കെ ആകും. പക്ഷെ നമ്മൾ ബൾക്കായിട്ട് ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഇക്കോണമിക്ക് ലാഭമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ,
ദെൻ മൂന്നാമത് പറയുന്നത് ലെസർ ബ്രേക്കേജസ്. ബ്രേക്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടിത്തെറികൾ, പൊട്ടലുകളൊക്കെ ഉണ്ടാവില്ലേ? അതായത് ഇപ്പൊ സിലിണ്ടറുകളൊക്കെ ആണെങ്കിൽ പൊട്ടലുകളും സംഭവിക്കാം, ലീക്കേജോ അല്ലെങ്കിൽ എന്തെങ്കിലും വിരസി പൊട്ടുകയോ അങ്ങനെയൊക്കെ സംഭവിക്കാം. സോ അതിനെയൊക്കെ നമുക്ക് കുറയ്ക്കാം. ഇവിടെ നമുക്ക് സിലിണ്ടർ ഇല്ലാലോ, പൈപ്പ് ലൈൻ ആവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. നാലാമത്തെ പോയിന്റ് നോക്കാം. റാഷണലൈസേഷൻ ഇൻ ordering, storing and transporting a wide variety and sizes of gas cylinder. എന്താണ് പറയുന്നത്? റാഷണലൈസേഷൻ. എന്ത് റാഷണലൈസേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മലയാളത്തിൽ എന്താ പറയാ മീനിങ്? റാഷണലൈസേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള, വൈവിധ്യമാർന്നിട്ടുള്ള, പലതരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മെഡിക്കൽ ഗ്യാസസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ പഠിച്ചല്ലോ 7 ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ്. ഇവിടെ പറയുന്നത് അതായത് ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ വൈവിധ്യവും അതുപോലെ തന്നെ അതിന്റെ സൈസ്, വലുപ്പവും, അതുപോലെ തന്നെ അത് സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? അതിന്റെ വലുപ്പം അനുസരിച്ച് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ അത് ഓരോന്നും മറ്റൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. സോ ഇങ്ങനെയുള്ള ഒരു പൈപ്പ് ലൈൻ ആകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഒഴിവാക്കാവുന്നത്. സ്റ്റോർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിൽ എന്താ, നിങ്ങളുടെ വീട്ടില് സോഡ മേക്കർ ഉണ്ടോ? അതിന്റെ വീട്ടില് ഉണ്ടോ സോഡ മേക്കർ? നമ്മൾ സോഡ ഉണ്ടാക്കില്ലേ? അതിന്റെ വീട്ടിലില്ല, ഉണ്ടോ? ഇനിയിപ്പോട്ടെ, കുഴപ്പമില്ല. അതായത് നമ്മളിപ്പോ ചില പേഷ്യൻസുകൾക്ക് ഇപ്പോ ഇച്ചിരി ഇതായിട്ടുള്ള പ്രായമായിട്ടുള്ള പേഷ്യൻസുകൾക്ക് ചിലവർക്ക് അവരുടെ ഓക്സിജന്റെ ലെവൽ കുറവായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. സോ ഈ വീട്ടിൽ തന്നെ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടു കൂടി കിടക്കുന്ന പേഷ്യൻസുകളൊക്കെ ഉണ്ടാകും ഇല്ലേ? നിങ്ങളുടെ ആരെങ്കിലും അതായത് ഓക്സിജൻ സിലിണ്ടർ നമ്മുടെ വീട്ടിൽ തന്നെ വെക്കണം. സ്ഥിരമായിട്ട് ഈ ഓക്സിജൻ സിലിണ്ടറിന്റെ ആവശ്യമായിട്ടുള്ള പേഷ്യൻസുകളുണ്ട്. അപ്പോ ഒരു ഓക്സിജൻ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഡേയ്സിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു സിലിണ്ടറിൽ നിന്ന് അത്ര ദിവസത്തെ യൂസേജ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു ഇത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സിലിണ്ടർ, നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഇല്ലേ, അത് ആലോചിച്ചാൽ മതിയല്ലോ. നമ്മുടെ വീട്ടിൽ കുക്കിങ്ങിന്, പാചകത്തിന് ഗ്യാസ് നമ്മൾ ഉപയോഗിക്കണില്ലേ? ആ ഗ്യാസ് ഒരു മാസം നിൽക്കും, ചിലപ്പോൾ നമ്മുടെ ഉപയോഗം പോലെ നിൽക്കും അല്ലെ? അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഗ്യാസ് കുറ്റി കൊടുത്തിട്ട് അത് അവർ നിറച്ചിട്ട് അടുത്ത ട്രിപ്പാണ് വേറെ നമുക്ക് പുതിയ ഗ്യാസ് കിട്ടും ഇല്ലേ? അങ്ങനെയല്ലേ? അതായത് കുറ്റി കാലിയാകുമ്പോൾ നമ്മൾ നിർത്താൻ കൊടുക്കൂലേ? കുറ്റി ഗ്യാസ് സിലിണ്ടർ കാലിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് വീണ്ടും റീഫിൽ ചെയ്യും അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. ഓർഡറിങ്, സ്റ്റോറിങ് ആൻഡ് ട്രാൻസ്പോർട്ടിങ്. അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. ഈ സിലിണ്ടറുകൾ എപ്പോഴും അവിടെ യൂസിങ് ആണ് അല്ലെ? വെറുതെ ഇരിക്കണില്ല. അപ്പൊ നമ്മള് സിലിണ്ടർ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും, അടുത്ത ഓർഡർ കൊടുക്കേണ്ടവരും, ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ പുതിയ സിലിണ്ടറുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. സോ ഒരു പൈപ്പ് ലൈൻ സിസ്റ്റം ആകുമ്പോൾ നമുക്ക് ഇതെല്ലാം എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാന്ന്. അതായത് പൈപ്പ് ലൈൻ ആണല്ലോ, നമ്മള് ലാർജ് ക്വാണ്ടിറ്റിയിലാണ് ഗ്യാസ് നമ്മൾ വർദ്ധിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു സ്റ്റോറേജും ഓർഡർ കൊടുക്കാനും അല്ലെങ്കിൽ എപ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതാണ് ആ ഒരു പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then last one, less damage to building due to എന്നാണ് കേട്ടോ. ഇങ്ങോട്ടൊന്ന് വിട്ട ഡ്യൂ ടു ആ പേജിലെ കുറച്ച് കറക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഡ്യൂ ടു ഇന്നല്ലേ കിടക്കുന്നത്, അതൊന്ന് ഡ്യൂ ടു എന്നാക്കാം കേട്ടോ. ഡ്യൂ ടു ഹാൻഡിലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്, ലെസ് ഡാമേജ് ഫീൽഡിങ്. അതായത് ഈ സിലിണ്ടറുകളൊക്കെ നമ്മള് മീൻസ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇട്ട് വഹിക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ ഡാമേജ് ഫീൽഡിങ്ങിനൊക്കെ നമുക്ക് ഡ്യൂ ടു ബിൽഡിങ്ങിനൊക്കെ ഡാമേജുകൾ സംഭവിക്കാം. അപ്പോ പൈപ്പ് ലൈൻ ആകുമ്പോൾ അങ്ങനെയുള്ള ഡാമേജസ് നമുക്ക് കുറയ്ക്കാം. ഓക്കെ, പ്ലസ് ഡാമേജ് ടു ബിൽഡിംഗ് ഡ്യൂ ടു ഹാൻഡിലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. ഓക്കെ, 5 പോയിന്റ് ആണ്, അത് വായിച്ചു നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്.
ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് പഠിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് നിങ്ങൾ പഠിക്കുമ്പോഴേ 3 സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അത് മിക്സ് ചെയ്ത് പഠിക്കരുത്. പേഷ്യൻസിനുള്ള എന്തൊക്കെയാണ്, ഹോസ്പിറ്റലിനുള്ളത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. നിങ്ങൾ പരിപാടി ചെയ്ത് പഠിക്കണമെന്നില്ല. നിങ്ങളുടേതായ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്ത് മലയാളത്തിലോ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആ ഒരു രീതിയിൽ പഠിച്ചോളൂ. കാരണം ഇത് എല്ലാവർക്കും പരിപാടി ചെയ്തിട്ട് മനസ്സിലിരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോ നമ്മളുടേതായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. മലയാളത്തിൽ നിങ്ങൾ അതിന്റെ അർത്ഥം പഠിച്ചു വെക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ആൻസറിൽ ഇത് കാണുമ്പോൾ അത് നമ്മൾ വായിച്ച അറിവുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കാരണം സെപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് എക്സാമിന് ചിലപ്പോ കുറച്ച് പോയിന്റ്സ് വന്നിട്ടുണ്ടാവും. അപ്പോ ആ പോയിന്റ്സിൽ നിന്ന് നമ്മളോട് ചിലപ്പോ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഹോസ്പിറ്റൽ സ്റ്റേറ്റിനുള്ള അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് ആ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് തന്നിട്ട് ചിലപ്പോ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറയും. അവരൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാലോ. ഓക്കെ. ഇനി നിങ്ങൾ ഇപ്പൊ ഞാൻ പറയാറുണ്ട് എപ്പോഴും നമ്മുടെ ഒരു എക്സാമിന് വേണ്ടി ജയിക്കാൻ വേണ്ടി മാത്രം ആകരുത് പഠനം അല്ലെ. നമുക്ക് ഭാവിയിലോട്ട് ജോലി ആവശ്യമുള്ളവർക്കാണ് കേട്ടോ. ജോലി വേണമെന്നുള്ളവരുണ്ടല്ലോ എന്തായാലും. അപ്പോ അതിനും കൂടി വേണ്ടിയിട്ട് പഠിക്കുന്ന ടൈമില് അതും കൂടി ആലോചിക്കാൻ നിങ്ങള്. എനിക്കിത് ജസ്റ്റ് പാസ് ആവാൻ വേണ്ടി മാത്രമല്ല, നാളെ ഒരു ജോലിയിൽ കയറണം. ചിലപ്പോ നിങ്ങൾ ജോലിയിൽ കയറാനായിട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അവിടെ ഇന്റർവ്യൂ ബോർഡില് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന അറിയാൻ എന്തായാലും ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തെ കുറിച്ച് ചിലപ്പോൾ 2 വാക്ക് നിങ്ങളോട് പറയാൻ പറഞ്ഞു. അപ്പോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് അറിയാവുന്നെങ്കിലൊക്കെ വെച്ച് തട്ടിക്കൂട്ടിയുടെ ആൻസർ പറഞ്ഞൊപ്പിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒപ്പം തന്നെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിന് എന്താണ് ഗുണം, അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചുകൂടെ നിങ്ങളോട്? ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതേ എങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. കാരണം ഇപ്പോ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഒക്കെ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെ. അപ്പോ അവിടുന്ന് ഏത് രീതിയിലും ചോദ്യം പ്രതീക്ഷിക്കാം ഇന്റർവ്യൂലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ. അപ്പോ അതിനും കൂടി ആപ്റ്റ് ആയിട്ട് വേണം നമ്മൾ പഠിക്കാൻ എപ്പോഴും. ഓക്കെ. ആണ് പറഞ്ഞത്. നമ്മൾ ബൈഹാർട്ട് ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സിലത് ഇരിക്കില്ല. നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഇനി അവിടെ ഇന്റർവ്യൂവിന് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാനും നിങ്ങളുടേതായ രീതിയിൽ പറയാം. ഓക്കെ. വായിച്ചോ? ഇടയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലെ മോട്ടിവേഷൻ ഒക്കെ തരണ്ടേ, എങ്കിലല്ലേ നിങ്ങൾക്കും പഠിക്കാനായിട്ടുള്ളൊരു ആരെങ്കിലും ഒരു ഇത് കിട്ടുള്ളൂ അല്ലെ. നമ്മൾ പറയാറില്ലേ, ആരെങ്കിലും ഇങ്ങനെ ബാക്കിൽ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും നമ്മൾ പഠിക്കുള്ളൂ. അപ്പൊ ടൈമൊന്നും ഇല്ല മോട്ടിവേഷൻ തരാൻ, എങ്കിലും ഇടക്കിടക്ക് ചെറിയ കാര്യങ്ങളൊക്കെ പറയാട്ടോ ഇങ്ങനെ. ഓക്കെ. അപ്പോ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടേബിൾ ആണ്. ടേബിൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. 7 മെഡിക്കൽ ഗ്യാസസിന് ISO സ്റ്റാൻഡേർഡ് അനുസരിച്ച് നൽകിയിരിക്കുന്ന കളർ കോഡുകൾ നമ്മൾ ഓൾറെഡി 7 ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസ് പഠിച്ചപ്പോ അതിന്റെ കളർ കോഡും ഒപ്പം പഠിച്ചെന്നാണ് എന്റെ വിശ്വാസം. പഠിച്ചോ? നമ്മൾ വായിച്ചപ്പോ അങ്ങനെ പറഞ്ഞു പോയിരുന്നു. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ടേബിൾ വരുന്നത്. അപ്പോൾ ഇവിടെ 6 പറഞ്ഞിട്ടുണ്ട്. കംപ്രസ്ഡ് എയറിന്റെ പറയുന്നില്ലല്ലോ. നോക്കാം. ഗ്യാസ് കളർ കോഡ്. ഇത് ISO സ്റ്റാൻഡേർഡ് അംഗീകരിച്ചിട്ടുള്ള കളർ കോഡാണ് കേട്ടോ. നോക്കാം. ഓക്സിജൻ വൈറ്റ് കളർ, then nitrous oxide light blue, medical air black and white, then suction yellow, nitrogen black, carbon dioxide grey color. ഇമ്പോർട്ടന്റ് ആണ്. ടേബിളിന്റെ അവിടെ ഇമ്പോർട്ടന്റ് ഒന്ന് മാർക്ക് ചെയ്തേക്ക്. അതിൽ നിന്നും തീർച്ചയായിട്ടും 100% ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ. 1 2 എത്ര ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് കേട്ടോ. ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി എല്ലാവരും വായിച്ചു നോക്കാം. ടേബിൾ ഒന്ന് വായിക്കാം കേട്ടോ. ഗ്യാസസും അതിന്റെ കളർ കോഡും 2 പ്രാവശ്യം വായിക്കാം. വായിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അത് പഠിച്ചു പോവുക. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി പഠിക്കാത്തവരും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്കിലും ഇപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. വായിക്കുമ്പോൾ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ.
പഠിച്ചു എല്ലാവരും കളർ കോഡ്? ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ എടുക്കാമോ? നോക്കാം. ഇനി സേഫ് പ്രാക്ടീസസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കംപ്രസ് ചെയ്തിട്ടുള്ള സിലിണ്ടറുകൾ ഉപയോഗിക്കുമ്പോൾ, കംപ്രസ്ഡ് ഗ്യാസസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട സുരക്ഷിതമായിട്ടുള്ള രീതികൾ എങ്ങനെയൊക്കെയാണ് ഈ കംപ്രസ് ചെയ്ത ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള മെത്തേഡുകൾ എങ്ങനെയാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റിൽ പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്, അതായത് അതിന്റെ ഉള്ളടക്കം തിരിച്ചറിയുകയാണ്. അതിന്റെ പോയിന്റ്സ് ആണ് പറയുന്നത്, ശ്രദ്ധിക്കുക. Contents of the gas cylinder should be distinctly recognized. എന്താണ് പറയുന്നത്? ഗ്യാസ് സിലിണ്ടറിന്റെ ഉള്ളടക്കം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കണം. ഉള്ളടക്കം എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ഗ്യാസ് ആണ് അതിലുള്ളത്. അതായത് ഇപ്പൊ നമ്മള് 7 ടൈപ്പ് പഠിച്ചില്ലേ, അപ്പോ ഏത് ഗ്യാസ് ആണ് ആ സിലിണ്ടറിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഏത് ഉപയോഗത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ഗ്യാസ് സിലിണ്ടറിന്റെ ഉള്ളടക്കം അറിയുക, അതായത് ഏത് വിച്ച് ടൈപ്പ് ഓഫ് ഗ്യാസ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. രണ്ടാമതായിട്ട് പറയുന്നത് കളർ കോഡിംഗ് ഈസ് എ നോൺ ഡിപ്പെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. സിലിണ്ടർ കളേഴ്സ് ഡിഫറെന്റ് ഫ്രം ദ സപ്ലയർ ടു സപ്ലയർ. അല്ലെ, നോക്കാം. കളർ കോഡിംഗ് ഈസ് നോട്ട് ഡിപ്പെൻഡബിൾ, അതായത് കളർ കോഡുകൾ നമ്മൾ പറഞ്ഞില്ലേ ഓരോ ഗ്യാസസിനും അംഗീകരിച്ചിട്ടുള്ള കളർ കോഡുകൾ ഉണ്ട്. സോ കളർ കോഡിംഗ് ഈസ് നോട്ട് ഡിപ്പെൻഡബിൾ, അതായത് കളർ കോഡുകളെ തിരിച്ചറിയുക എന്നുള്ളത് അതൊരു ഡിപ്പെൻഡബിൾ അല്ലാന്ന്, അതായത് അതിനെ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ലാന്ന്. എന്തുകൊണ്ടാണ്? കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. വിവിധ, അതായത് പലവരും സപ്ലയർ ചെയ്യുന്ന പല പല കമ്പനികൾ ഉണ്ടാകും. സോ ചിലപ്പോൾ കമ്പനികളിൽ വ്യത്യാസം ഉണ്ടാവും, അവർ ആ സെയിം കളർ കോഡ് തന്നെ വെക്കണം എന്നില്ലാന്ന്. കളർ കോഡുകള് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ നമ്മളുടെ തന്നെ ഗ്യാസ്, നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യുന്ന ഗ്യാസുകള് എല്ലാം ഒരേ ഏരിയയിൽ എല്ലാം ഒരേ സെയിം കളർ കോഡാണോ? ചിലപ്പോൾ റെഡ് കളർ ഉണ്ട് ഇല്ലേ? കളർ കോഡുകൾ വ്യത്യാസം ഇല്ലേ? കളറുകള് ഉണ്ടോ? ഇന്ത്യൻ ഓയിൽ, ഇന്ത്യൻ മീൻസ് അങ്ങനെ നമ്മള് ഇന്ത്യൻ ഗ്യാസ് അങ്ങനെ വ്യത്യാസം ഉണ്ടാവില്ലേ കളർ കോഡുകൾ? ചിലപ്പോൾ റെഡ് ആണ്, ചിലതൊരു ഡാർക്ക് ബ്ലൂ ഒക്കെയാണ്. വ്യത്യാസമില്ലേ ആ ഒരു സിലിണ്ടറിന്റെ കളറുകള് അല്ലെ? ഓറഞ്ച് കളർ, അതായത് സപ്ലൈ ചെയ്യുന്നവരുടെ സപ്ലയറുകൾ പല പല സപ്ലയറുകളാണ് ചെയ്യുന്നത്. സോ അതില് വ്യത്യാസങ്ങൾ വന്നേക്കാണ്. അതിനാൽ കളർ കോഡ് മാത്രം ഒരു ഡിപ്പെൻഡബിൾ അല്ലാന്ന്, കളർ കോഡിനെ മാത്രം ആശ്രയിച്ചാൽ പോരാ, മറിച്ച് അതിനുള്ളിൽ ഗ്യാസ് എന്താണെന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. Do not disfigure or remove any marking, tags or stencil mark used for identification of content attached by gas vendor. ഗ്യാസ് വെണ്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഗ്യാസ് ഉടമ, ഇത് കൊണ്ടുവരുന്ന വ്യക്തികള് അല്ലെ? ഇപ്പൊ നമ്മളുടെ വീട്ടിൽ ഗ്യാസ് കൊണ്ടുവരൂലേ? ഗ്യാസ് കൊണ്ടുവരുന്ന ഒരാളുണ്ടാവില്ലേ ഗ്യാസ് അയച്ചിട്ട്, അദ്ദേഹം ഒരിക്കലും കൊണ്ടുതരുന്നത്. സോ ഈ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ ഡു നോട്ട് ഡിസ്ഫിഗർ, ഫസ്റ്റ് എന്താണ്? നീക്കം ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അതില് എന്തെങ്കിലും മാർക്കിങ്ങോ അല്ലെങ്കിൽ ടാഗുകൾ എന്തെങ്കിലും ഉണ്ടാകും. സ്റ്റെൻസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അക്ഷരാകൃതിയിലുള്ള എന്തെങ്കിലും സിമ്പിൾസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നും നീക്കം ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതിനൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ, ഒരു നൂലൊക്കെ ഇട്ടൊരു ടാഗ് പോലത്തെ സംഭവം ഉണ്ടാവും ഇല്ലേ? ഉണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ വീട്ടിൽ ഗ്യാസ് സിലിണ്ടറൊക്കെ വരുമ്പോ ഇതൊക്കെ ഉണ്ടോന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ചെറിയൊരു കവറിങ് പോലെ ഉണ്ടാവില്ല, ഒരു വൈറ്റ് കളറിൽ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കോട്ടിങ് പോലെ ചെറിയൊരു നൂലൊക്കെ ഇട്ടിട്ട്. അപ്പൊ അങ്ങനെയുള്ള ടാഗുകളൊന്നും റിമൂവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. സിലിണ്ടേഴ്സ് വിച്ച് ഡു നോട്ട് ഹാവ് എ ക്ലിയർലി റിട്ടൺ stamped or stenciled identification of the content should not be used, and the gas vendor should be contacted for removal. ഇനി നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള ടാഗുകളോ അല്ലെങ്കിൽ സ്റ്റെൻസിലോ എന്തെങ്കിലും മാർക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും റിമൂവ് ചെയ്യാൻ പാടില്ല.
അടുത്ത പോയിന്റിൽ പറയുന്നത് ഇത് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല, സ്റ്റാമ്പ് ഒന്നും ചെയ്തിട്ടില്ല, സീലിംഗ് ഒന്നുമില്ല, ഐഡന്റിഫിക്കേഷൻ ഇല്ല, സ്റ്റെൻസിലും ഒന്നുമില്ലാത്ത ഒരു ഗ്യാസ് സിലിണ്ടർ ആണെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യാൻ പാടില്ല. എന്ത് വേണം? ഗ്യാസ് വെൻഡറിനെ കോൺടാക്ട് ചെയ്യാം. ദെൻ ആ ഒരു ഗ്യാസ് സിലിണ്ടർ റിമൂവ് ചെയ്തിട്ട് വേറൊരു ടാബും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരിക. ഓക്കെ, അത് നമുക്കും ഉപയോഗത്തിൽ ഭാവിയിൽ നമുക്കും ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ നമ്മൾ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് ഉണ്ടോന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും നമുക്ക് ഗ്യാസ് വരുമ്പോൾ ശ്രദ്ധിക്കാറില്ല നിങ്ങള്? അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു പ്രാവശ്യം കഴിയുമ്പോൾ ഇതുപോലെ സ്റ്റാമ്പോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ അപ്പൊ തന്നെ ആളെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, അത് മാറ്റിയിട്ട് വേറൊരു ഗ്യാസ് സിലിണ്ടർ വെപ്പിക്കുക. ഓക്കെ, then last one, read the MSDS and labels for all materials you work with. MSDS എന്താ? MSDS അറിയാമോ? MSDS നിങ്ങൾ ഐഡിയ ഉണ്ടോ? ഗസ് ചെയ്യാമോ? MSDS ഐഡിയ ഇല്ല, എഴുതിയെടുത്തോളൂ കേട്ടോ. MSDS എന്ന് എഴുതിയെടുക്കുക. മെറ്റീരിയൽ safety data sheet. Material safety data sheet. Material safety data sheet. അതായത് എന്ത് നമ്മളിപ്പോ ഗ്യാസ് സിലിണ്ടറുമായിട്ട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അത് പ്രവർത്തിപ്പിക്കുമ്പോൾ, അത് ഉപയോഗിക്കുമ്പോൾ MSDS വായിക്കണം എന്ന്. അതായത് യൂസർ മാനുവലൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയൊരു ബുക്ക് പോലെ കിട്ടൂലേ, അതിനകത്ത് പിക്ചറൊക്കെ ഉണ്ടാവും. നമ്മൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് എന്നൊക്കെ പിക്ചർ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെങ്കിലും അതിലൊരു യൂസർ ഉണ്ടാവും, എങ്ങനെയാണ് ആപ്ലിക്കേഷൻസുകള്, പിക്ചർ അടക്കം അതിൽ കാണിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെ MSDS, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. സുരക്ഷിതമായിട്ട് നമ്മൾ എങ്ങനെയാണ് ആ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കേണ്ടത് കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാകും. സോ നമ്മൾ ഗ്യാസ് സിലിണ്ടർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ, അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ഈ ഒരു MSDS വായിച്ചു നോക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഐഡന്റിഫിക്കേഷൻ കണ്ടൻസ്. MSDS ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എഴുതിയാലും MSDS.
കംപ്ലീറ്റ് ചെയ്തോ? നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ്, അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്, എങ്ങനെയൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത്, ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്നാണ്. അപ്പൊ അടുത്തതിന് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് പോയിന്റ്സ് അധികം ഉണ്ട്. അപ്പൊ അടുത്ത പോയിന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. മതിയോ? ഇന്ന് അടുത്ത അത്രയും ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇത് നമുക്ക് വേറെ എക്സാമ്പിൾ വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കുറച്ച് നമ്മളുടെ വീട്ടിലെ ഗ്യാസ് ഒക്കെ ആയിട്ടൊന്ന് നമ്മളുടെ പാചകത്തിനുള്ള ഗ്യാസ് ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് പറയാം ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസ്. നിങ്ങൾ തന്നെ ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഈ ഒരു ടേബിള് ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എക്സാമിനെ ചോദിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അടുത്ത ആ ഒരു സെക്ഷനിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. Thank you, Miss.